കുട്ടികളുടെ നാടകവേദി, TP അലിക്കുട്ടി സ്മാരക മാപ്പിള കലാപഠന കേന്ദ്രം, ഇങ്ങനെ വേറിട്ട നിരവധി പഠന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്നും എത്തിയ PKMM ഹയർ സെക്കൻഡറി സ്കൂളിന്. നമുക്ക് സ്വാഗതം ചെയ്യാം PKMM ഹയർ സെക്കൻഡറി സ്കൂളിനെ ഈ വേദിയിലേക്ക്. സർ, നിങ്ങളിന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ: 1. പഠന അനുബന്ധ പ്രവർത്തനങ്ങൾ, 2. അടിസ്ഥാന സൗകര്യങ്ങൾ, 3. സാങ്കേതിക മികവ്. ഈ 3 മേഖലകളാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. PKMM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മാതൃകാ പ്രവർത്തനങ്ങൾ നമുക്ക് മുന്ന് കണ്ടു നോക്കാം. PKMM HSS എടരിക്കോട് എന്ന വിദ്യാഭ്യാസ സ്ഥാപനം മാപ്പിള കലകളുടെയും നാടകത്തിന്റെയും സംഗീതത്തിന്റെയും ക്ഷേത്രകലകളുടെയും സമാന്തര പഠന കേന്ദ്രം കൂടിയാണ്. TP ആലിക്കുട്ടി സ്മാരക മാപ്പിള കലാപഠന കേന്ദ്രവും എടരിക്കോട് ചിൽഡ്രൻസ് തിയേറ്ററും PKMM HSSൽ സജീവമായി പ്രവർത്തിക്കുന്ന കലാപഠന ക്ഷേത്രങ്ങളാണ്. വട്ടപ്പാട്ട്, കോൽക്കളി, ചിനിമുട്ട്, ദഫ്മുട്ട്, അർവനമുട്ട് എന്നീ മാപ്പിള കലകളിൽ ഇവിടെ പരിശീലനം നൽകുന്നു. സ്കൂളിലെ സംഗീത ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓർഗൻ, തബല, ഗിറ്റാർ, വയലിൻ തുടങ്ങിയ ഉപകരണങ്ങളിലും കുട്ടികൾക്ക് പരിശീലനം നൽകുന്നുണ്ട്. ഇതുകൂടാതെ ക്ഷേത്രകലകളായ കഥകളി, കൂടിയാട്ടം തുടങ്ങിയവയിലും സ്കൂളിന്റെ നേതൃത്വത്തിൽ പരിശീലനം സംഘടിപ്പിക്കുന്നു. ഞാൻ ഈ പ്ലേറ്റിൽ അല്പം വെള്ളമൊഴിച്ച് അതിനകത്ത് ഈ നാണയം 50 പൈസ നാണയം നിക്ഷേപിക്കും. നിങ്ങൾ കൈ നനയാതെ ഞാൻ തരുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം എന്ത് ചെയ്യണം? ആ നാണയം ഒന്ന് എടുക്കണം. എന്തുകൊണ്ടാണ് ഗ്ലാസ്സിലേക്ക് വെള്ളം കയറിയത്? ഗ്ലാസ് അകത്തുള്ള വായു മെഴുകി കത്താൻ വേണ്ടി ഉപയോഗിച്ച് തീർന്നപ്പോൾ കൂടുതൽ വായു കയറുന്നില്ല, മർദ്ദം കുറയുന്നു. അതിന്റെ ഫലമായി എന്ത് ചെയ്യുന്നു? വെള്ളം മുകളിലേക്ക് കയറുന്നു. നിങ്ങളിപ്പോൾ ഇവിടെ കണ്ട കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിനു മുമ്പ് പീരിയോഡിക് ടേബിൾ, നിങ്ങൾ പറഞ്ഞ പീരിയോഡിക് ടേബിൾ അല്ലേ? അപ്പൊ നമ്മൾ ഓക്സിജനെ കുറിച്ചാണ് എഴുതാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ ഒന്നാമത്തെ വായിക്കേ. മൾട്ടിമീഡിയ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ച് ക്ലാസുകൾ ആസൂത്രണം ചെയ്യുന്ന ഇവിടുത്തെ അധ്യാപകർ ടീം ടീച്ചിങ്ങിന്റെ സാധ്യതകൾ കൂടി പരിഗണിക്കുന്നു. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ സർവ്വസമ്മത എന്നാൽ എന്താണെന്ന് പഠിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്സ് അതായത് നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയുടെ നോട്ട്ബുക്കും നിങ്ങളുടെ നോട്ട്ബുക്കും ഒന്ന് ചേർത്ത് വെച്ച് നോക്കുക. ഇത് മുന്നിലിരിക്കുന്ന 2 കുട്ടികളുടെ പുസ്തകമാണ്. ഇത് രണ്ട് വലിപ്പമാണ്. ഇതിന്റെ ഒന്നിന്റെ മുകളിൽ ഒന്ന് ചേർത്ത് വെക്കുമ്പോൾ അത് ഒരുപോലെ ഇരിക്കുന്നില്ല. ചേർന്നിരുന്ന 2 പുസ്തകങ്ങൾ ഒന്ന് കാണിക്കുക. ഈ 2 പുസ്തകങ്ങളും ഒരേ വലിപ്പമാണ്. ഇത് ഒന്നിന്റെ മുകളിൽ ഒന്ന് അടുക്കി വെക്കുമ്പോൾ ഇത് തുല്യമായിട്ടാണ് ഇരിക്കുന്നത്. ഒരു വസ്തുവിന്മേൽ മറ്റൊരു. ക്ലാസ്സിലെ മിടുക്കരായ വിദ്യാർത്ഥികൾ മറ്റു കുട്ടികൾക്ക് ക്ലാസുകൾ സംഘടിപ്പിക്കാറുണ്ട്. ശിശുക്ഷേമ പദ്ധതിയുടെ ഭാഗമായി എന്റെ വിദ്യാലയത്തെ സ്റ്റുഡൻസ് ഫ്രണ്ട്ലി സ്കൂളായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഞങ്ങളുടെ സ്കൂളിൽ 3 പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. അതിൽ ഒന്നാമത്തേത് സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ബോക്സ് ആണ്. ഇതിൽ വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള സൗഹൃദ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും കൂടാതെ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതായത് വീട്ടിലെ പ്രശ്നങ്ങളും അധ്യാപകരോട് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതിൽ എഴുതി നിക്ഷേപിക്കാവുന്നതാണ്. 45 കമ്പ്യൂട്ടറുകളും 7 ലാപ്ടോപ്പുകളും ഇന്റർനെറ്റ് സൗകര്യവുമുള്ള 3 ലാബുകളാണ് സ്കൂളിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. 10ാം ക്ലാസ്സിലെ 24 ഡിവിഷനിലും ഇന്റർനെറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. നിങ്ങൾക്ക് അവിടെ ഒരുപാട് പഠന പ്രവർത്തനങ്ങൾ, നല്ല രസമുള്ള ഒരു പരീക്ഷണം അവിടെ കണ്ടല്ലോ. ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് ആ പരീക്ഷണം നിങ്ങളുടെ ആരുടെങ്കിലും ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും, ഏതെങ്കിലും കുട്ടികളെ? ഏത് ക്ലാസ്സിലായിരുന്നു ആ ക്ലാസ്? ഒരു പഠന പ്രവർത്തനം കാണിച്ചില്ലേ വീഡിയോയില്? ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ട് പാത്രത്തിലെ വെള്ളം അതിനകത്തേക്ക് കയറുന്നു. അത്തരം പ്രവർത്തനം നിങ്ങൾ അത് ഏത് വിഷയം പഠിപ്പിക്കാനായിരുന്നു? അത് കെമിസ്ട്രി ആണോ? ഏത് ക്ലാസ്സിലായിരുന്നു അത്? 9th. ഇവിടെ വേറെ കുട്ടികള് ഉണ്ടല്ലോ. അസനയുടെ ക്ലാസ്സിലെ ഈ പരീക്ഷണം ചെയ്തോ? സർ, ഇത് ഞങ്ങൾക്ക് പഠിക്കാനുള്ളതായിട്ട് ബന്ധപ്പെട്ട, എന്നാലും ഞങ്ങൾക്ക് വിഷയത്തിലുള്ളതല്ല. പക്ഷെ ഞങ്ങള് ഇത് സയൻസ് ശാസ്ത്രമേളയ്ക്കൊക്കെ ചെയ്തൊരു പ്രവർത്തനം തന്നെയാണ്. പൊതുവെ പഠിക്കാനുള്ള വിഷയമല്ലേ ഇത്? പഠിക്കാനുള്ള വിഷയം ഏത് തത്വമാണ്, ശാസ്ത്ര തത്വമാണ് അതിലൂടെ കാണിച്ചിരുന്നത്?
അത് ഈ നമ്മുടെ ഈ ഗ്ലാസ്സിൽ ഇത് വെക്കും, ഗ്ലാസ്സിൽ മെഴുകുതിരി കത്തിച്ചു വെക്കുമ്പോ അതിന്റെ പ്രഷറിന്റെ അടിസ്ഥാനത്തില് വെള്ളത്തെ വലിച്ചെടുക്കാൻ ചെയ്യുന്നത്. പ്രഷറിന്റെ അടിസ്ഥാനത്തിൽ വലിച്ചെടുക്കുക? മെഴുകുതിരി കത്തിച്ചു വെക്കുമ്പോ ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് മെഴുകുതിരി കത്തിക്കുന്നത്. നമ്മൾ ഈ ഗ്ലാസ് അതിന്റെ പുറത്ത് കമഴ്ത്തി വെക്കുമ്പോ അവിടെ ആ കമഴ്ത്തി വെക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ഗ്യാസ് ആ പുറമേ നിന്നുള്ള പ്രഷർ വലിച്ചെടുത്തിട്ട് ആ വെള്ളത്തെയും കൂടെ പ്രഷർ വലിച്ചെടുക്കുമോ? പ്രഷർ അല്ല, ആ ഗ്ലാസിന്റെ ഉള്ളിലെ പ്രഷർ കൂടും, അതോടെ ആ വെള്ളത്തിന് ഓക്സിജനെ വലിച്ചെടുക്കും. ഓക്സിജനെ വലിച്ചെടുത്തിട്ട് എന്ത് പറ്റും? മെഴുകുതിരി കത്തും. മെഴുകുതിരിയും കത്തുന്നുണ്ട്. അത് കഴിയും. അപ്പൊ പ്രഷർ കൂടുവോ കുറയോ? പ്രഷർ മർദ്ദം വർദ്ധിച്ചിട്ട് അത് വെള്ളത്തെ വലിച്ചെടുക്കാൻ ചെയ്യും. പ്രഷർ കൂടുമോ കുറയുമോ? കൂടും. അപ്പൊ എന്ത് പറ്റും? അതിനകത്തുനിന്ന് വെള്ളം പുറത്തേക്ക് ചാടിപ്പോവോ? അകത്തേക്ക് വലിച്ചെടുക്കാൻ ചെയ്യുന്നത് ആദ്യം. ഗ്ലാസിനകത്ത് പ്രഷർ കൂടിയാൽ അതിന് താഴെയുള്ള വെള്ളത്തിനെ ഗ്ലാസിന് പുറത്തേക്ക് തള്ളുകയല്ലേ ചെയ്യേണ്ടത്? അപ്പൊ പുറത്തേക്ക് തള്ളുന്നു. ആ സമയത്ത് പ്രഷർ കൂടുമ്പോ പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്. അത് അപ്പൊ പിന്നെ എങ്ങനെ പിന്നെ അകത്തേക്ക് കയറുന്നേ? അകത്തേക്ക് ഓക്സിജൻ എടുത്തുപോയി. പിന്നെ അകത്തേക്ക് എങ്ങനെയാ തള്ളുന്നത്? അകത്തേക്ക് പിന്നെ വെള്ളം കയറണമെങ്കിൽ അകത്തെ പ്രഷർ കുറയണം. അതെങ്ങനെ കുറയും? പ്രഷർ കുറയുന്നത് സർ, ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഇത് ഞങ്ങൾക്ക് ആലോചിച്ച് നോക്കണം കേട്ടോ. ഇതൊക്കെ നിങ്ങളെ ആലോചിപ്പിക്കാനുള്ള ചോദ്യങ്ങളാണ്, അല്ലാണ്ട് കുഴക്കാനുള്ള ചോദ്യമല്ല. അപ്പൊ തിരിച്ചു എന്നിട്ട് ആലോചിച്ചിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നിങ്ങളെല്ലാം കൂട്ടായിട്ട് ആലോചിച്ച് ഉത്തരം കണ്ടുപിടിക്കും. ഞങ്ങൾ അങ്ങനെ ക്ലാസ്സുകളിൽ അങ്ങനെ ചെയ്യുന്നതിനെ പറ്റിയൊന്നും തർക്കമില്ല. പക്ഷെ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലായാലേ അതൊരു പഠന അനുഭവം ആകുള്ളൂ. അല്ലെങ്കിൽ മാജിക്. ശാസ്ത്രം മാജിക് അല്ല കേട്ടോ. അത് ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കണം ചോദ്യം ചോദിച്ചിട്ട്. മാപ്പിളപ്പാട്ടിൽ വളരെ പ്രശസ്തനായ ഒരു കവിയുടെ സ്മാരകം നിങ്ങളുടെ ജില്ലയിലുണ്ട്. എവിടെയാണത്? ഞങ്ങളുടെ സ്കൂളിൽ തന്നെയാണ് അത് പ്രവർത്തിക്കുന്നത്. ഓഫീസായിട്ടോ? അതല്ല, ടി.പി. ആലിക്കുട്ടി ഗുരുക്കൾ സ്മാരക മാപ്പിള കലാ പഠന കേന്ദ്രം, ഞങ്ങളുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികള്, അതുപോലെ അധ്യാപകർ, പിന്നെ ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ, അങ്ങനെയുള്ള സമൂഹ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ സ്കൂളിൽ അത് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓഫീസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു അധ്യാപകരുടെ കൂട്ടായ്മ മൊത്തത്തില് എല്ലാവരും കൂടെ ചേർന്നിട്ട് പ്രവർത്തിക്കുന്നതാണ്. പ്രശസ്തനായ ഒരു മാപ്പിള മഹാകവിയില്ലേ, ആരാണത്? മോയിൻകുട്ടി വൈദ്യർ. അദ്ദേഹത്തിന്റെ സ്മാരകം എവിടെയാണ്? കൊണ്ടോട്ടിയില്. കണ്ടിട്ടുണ്ടോ? പോയിട്ടുണ്ടോ അവിടെ? ഞാൻ അവിടെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് മാപ്പിള പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. മാപ്പിള പാട്ട് പാടുവോ? പാടും. ഒരു 4 വരി പാടിയേ. അടിപ്പെട്ട് കൊത്തിപ്പൂടിത്താരോ അണൈത്താലിയും മാലയറുത്താരോ പിടിപ്പെട്ട് സിന്നും കടിത്താരോ പിച്ചച്ചട്ടയും കീറ പേടുത്താരോ. ഗുഡ് 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 ഗുഡ്. ഇപ്പൊ ഞാൻ വരുന്ന സ്ഥലത്ത് ഈ സ്മാർട്ട് ക്ലാസ് റൂം എന്താന്ന് ആർക്കും അറിയില്ല. IT at സ്കൂൾ എന്നുള്ള പ്രോജക്റ്റ് അറിയില്ല. ഫ്രീ സോഫ്റ്റ്വെയർ ഉബുണ്ടു ഒന്നും പറഞ്ഞാൽ കേട്ടിട്ട് പോലും കാണത്തില്ല. ഞാനിപ്പോ എന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറയാണ് ഈ സ്കൂളില് ഒരു സ്മാർട്ട് ക്ലാസ് റൂമും നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അതായത് ആദ്യം അവിടെയുള്ള ഉപകരണങ്ങളെല്ലാം റെഡി ആയിരിക്കണം. എന്തെല്ലാം ഉപകരണങ്ങൾ വേണം? കമ്പ്യൂട്ടർ വേണം, പ്രൊജക്ടർ വേണം, പിന്നെ അത് പ്രൊജക്ട് ചെയ്യാനുള്ള ചാർട്ട് വേണം, പിന്നെ അതിനാവശ്യമായ CD-കൾ, ഇൻഫർമേഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായും കാണാം. പിന്നെ സാധനങ്ങളെല്ലാം വാങ്ങി വെച്ച് ഞാൻ പറഞ്ഞപ്പോഴേ വാങ്ങിച്ചു വെച്ചു. ഇനി എന്ത് വേണം? ഇനി അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ തരാൻ കഴിയുന്ന ഒരാൾ വേണം. അതെങ്ങനെ ഞാൻ സംഘടിപ്പിക്കും? അതായത് ഞങ്ങൾ സ്കൂൾ വാങ്ങിച്ചു വെച്ചാൽ മതി, ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണ്ടേ? തീർച്ചയായും ഇൻസ്റ്റാൾ ചെയ്യണം. എന്ത് ഇൻസ്റ്റാൾ ചെയ്യണം? അതായത് അതിനാവശ്യമായ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യണം. എന്തൊക്കെ ചെയ്യും? ഞങ്ങൾ സ്കൂളിൽ ഉപയോഗിക്കുന്ന ഉബുണ്ടു ആണ്. അത് സ്റ്റോൾമാൻ കണ്ടുപിടിച്ച ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അതിനായത് ലൈസൻസ് വേണ്ട, നമുക്ക് ഇഷ്ടമുള്ള അത്ര റൈറ്റ് ചെയ്യാം. അതാണ് ഞങ്ങൾ സ്കൂളിൽ ഉപയോഗിക്കുന്നത്. പിന്നെ സെർച്ച് എഞ്ചിൻ വേണം. ആർക്ക് കൊടുക്കും ട്രെയിനിങ്? വിദ്യാർത്ഥികൾക്കാണ് ട്രെയിനിങ് കൊടുക്കുക. ടീച്ചേഴ്സിന് കൊടുക്കണ്ടേ? ടീച്ചേഴ്സിന് ഞങ്ങൾ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും ഇതിന്റെ ആവശ്യമായ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. തുടങ്ങുകയല്ലേ നിങ്ങളെ കണ്ടിട്ട്? ശരി, ഞങ്ങളുടെ എല്ലാ ടീച്ചേഴ്സിനും ട്രെയിനിങ് കൊടുക്കണോ? ഒരു അധ്യാപകനെ ട്രെയിൻ ചെയ്താൽ മതിയോ? അല്ല, എല്ലാ ടീച്ചേഴ്സിനും ട്രെയിനിങ് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ട്രെയിൻ ചെയ്ത് ടീച്ചേഴ്സിനെല്ലാം ട്രെയിൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യും? ഇനി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ് അവരിൽ എത്തിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ബ്ലോഗ് ഉണ്ടോ?
ബ്ലോഗ് ആരൊക്കെ ചേർന്ന് അപ്ഡേറ്റ് ചെയ്യാറ്? അധ്യാപകനാണോ അപ്ഡേറ്റ് ചെയ്യുന്നത്? നിങ്ങളോട് ഒക്കെ കൂടാറുണ്ടോ? ഞങ്ങളോട് സഹകരിക്കാറുണ്ട്. നിങ്ങൾ സഹകരിക്കും, അല്ല അധ്യാപകൻ നിങ്ങളോട് സഹകരിക്കല്ല, അധ്യാപകരുടെ കൂടെ ഞങ്ങൾ കൂടി ചേർന്നിട്ടാണ് ചെയ്യുക. അപ്പൊ ശരി. നിങ്ങളിവിടെ പറഞ്ഞിരിക്കുന്നത് സയൻസ് ലാബ് താരതമ്യേന, കളിസ്ഥലം താരതമ്യേന, കോർട്ടുകൾ താരതമ്യേന മെച്ചമെന്നോ മോശമെന്നോ വ്യക്തമാക്കിയിട്ടില്ല. താരതമ്യേന എന്ന് പറഞ്ഞാൽ ആ കോർട്ട് മുഴുവൻ കല്ല് നിറഞ്ഞിട്ടുള്ളതായ പ്രദേശമാണ്. അതായത് കുട്ടികൾക്ക് കളിക്കാനായിട്ട് അത് ഉപയോഗം വളരെ ബുദ്ധിമുട്ടായിട്ട് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഈ വർഷം അതിന് ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ കോർട്ടിന് ആ കല്ല് അത് വെട്ടി ആ കോർട്ടിന്റെ സൗകര്യം ഉണ്ടാക്കാനായിട്ട് ഈ വർഷം സജീവമായിട്ട് ആലോചിച്ചതിന്റെ ഭാഗമായിട്ട് ആ കല്ലിന്റെ 2 ലെയർ അത് താഴേക്ക് താഴ്ത്തിയിട്ട് അത് അവര് വെട്ടിക്കൊണ്ടുപോയിട്ട് ആ കല്ല് മാറ്റി മണ്ണിട്ട് നിരത്തി കുട്ടികൾക്ക് കളിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നുള്ളത് നിങ്ങളുടെ ഒരു ശക്തി മേഖലയായി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് തന്നെ വിദ്യാഭ്യാസത്തിന്റെ ഒരു വളരെ ഇന്റഗ്രൽ പാർട്ടാണ് കായിക ശേഷിയുടെ വികസനം. പ്രത്യേകിച്ച് 3645 കുട്ടികളുള്ള ഒരു വിദ്യാലയത്തിൽ ഇതിനെ കുറിച്ചൊരു സ്കൂളിനൊരു പോരായ്മയായിട്ട് അത് തോന്നുന്നുണ്ടോ? സ്കൂളിന്റെ പോരായ്മയായിട്ട് എങ്ങനെയാണ് നിങ്ങൾ അത് മറികടക്കുന്നത്? അതായത് കലാരംഗത്താണ് ഞങ്ങൾ പ്രധാനമായിട്ടുള്ള ഊന്നൽ കൊടുക്കുന്നത്. അതായത് ഇന്ന് വരെ ഈ മാപ്പിളക്കലകളായിട്ടുള്ളതായ കോൽക്കളി, വട്ടപ്പാട്ട് എന്നീ ഇനങ്ങളിൽ ഈ എടരിക്കോട് ഹൈസ്കൂളിന് സമ്മാനം കിട്ടാത്തതായ വർഷം ഈ കലാമേളകളിൽ ഇത് ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അപ്പം ഇത് സ്ഥിരമായിട്ട് ഈ സ്കൂളിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. വളരെ സന്തോഷകരമായ ഒരു അച്ചീവ്മെന്റ് ആണിത്. പക്ഷെ അതേസമയം തന്നെ നമുക്ക് കായികശേഷിയെ അവഗണിക്കാൻ കഴിയില്ല. കായികശേഷിയെ അവഗണിക്കുക എന്നല്ല എന്റെ അർത്ഥം. അതായത് കായികശേഷിയുള്ളതായ കുട്ടികൾക്ക് അതിന്റേതായ രീതിയിൽ വികസനം കൊടുക്കുന്ന ഒരേ സമയത്ത് എല്ലാ കാര്യങ്ങളും ഒരേ പ്രാധാന്യത്തിൽ കൊടുക്കാനായിട്ട് കഴിയില്ല. ഏറ്റവും കൂടിയ പ്രാധാന്യം ഇതിനാണ്. അതിന് അതേപോലെ തന്നെ ഉള്ള പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെയുള്ള ഒരു പ്രാധാന്യമുള്ളൂ മറ്റ് കാര്യങ്ങൾക്ക് കൊടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. കുട്ടികൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ഉന്നയിക്കാൻ സ്കൂൾ പാർലമെന്റിൽ നിങ്ങൾക്ക് സാധിക്കാറുണ്ടോ? കുട്ടികളുടെ പ്രശ്നങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്കൂൾ ഒരു സ്റ്റുഡന്റ് ഫ്രണ്ട്ലി സ്കൂളാണ്. സ്റ്റുഡന്റ് ഫ്രണ്ട്ലി സ്കൂളില് എല്ലാ സ്കൂളും സ്റ്റുഡന്റ് ഫ്രണ്ട്ലി സ്കൂളല്ലേ? അങ്ങനെയല്ല, ഞങ്ങളുടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്കൊരു സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ബോക്സ് ഉണ്ട്. അപ്പോ എന്താണ് ആ ബോക്സ്? ആ ബോക്സിൽ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ എഴുതിയിടാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞങ്ങൾ അതിൽ എഴുതിയിടാറുണ്ട്. സമൂഹത്തിന് ഈ സ്കൂളിനോടുള്ള ഒരു സമീപനമാണ്, അതിന്റെ സ്വീകാര്യതയാണ് ഈ ഓരോ വർഷവും കുട്ടികളുടെ എണ്ണം അഡ്മിഷൻ കൂടുന്നത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ മോർണിംഗ് ക്യാമ്പ് നടത്തുന്നുണ്ട്, ഈവനിംഗ് ക്യാമ്പ് നടത്തുന്നുണ്ട്. പഠിത്തത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്കീമുകളും സ്കൂളിലുണ്ട്. ഇതിൽ PTA-യുടെ റോൾ എന്താണ്? 10-30 വർഷമായിട്ടുള്ള ഈ വിദ്യാലയത്തിൽ ഈ കഴിഞ്ഞ 8-10-12 വർഷമായിട്ടാണ് ഇത്ര വലിയ റിസൾട്ട് ഉണ്ടാകാൻ തുടങ്ങിയത്. അപ്പോൾ അത് ഇങ്ങനെ ക്യാമ്പുകൾ രാവിലെ സംഘടിപ്പിക്കും, വൈകുന്നേരവും സംഘടിപ്പിക്കും. രാവിലെ സംഘടിപ്പിക്കുന്ന ക്യാമ്പുകളിൽ പെൺകുട്ടികളെയാണ് പങ്കെടുപ്പിക്കുക, വൈകുന്നേരം സംഘടിപ്പിക്കുന്നതിൽ ആൺകുട്ടികളെ പങ്കെടുപ്പിക്കും. രാവിലെ വരുന്ന കുട്ടികൾക്ക് അവർ വീട്ടിൽ നിന്ന് 8 മണിയാകുമ്പോഴേക്ക് സ്കൂളിൽ എത്തുന്നതുകൊണ്ട് അവർ ഫുഡൊന്നും കഴിക്കാതെയാണ് വരിക. അവർക്കുള്ള അതിനുള്ള സൗകര്യങ്ങൾ PTA ചെയ്തു കൊടുക്കും. അതുപോലെ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിക്കാൻ മിക്ക വീടുകൾക്കും അടുത്തുള്ള വീടുകളിലൊക്കെ അവർ പോകും. ദൂരെയുള്ള വീടുകൾക്കൊക്കെ അവർക്ക് പോകാനുള്ള യാത്രാ സൗകര്യം PTA സംഘടിപ്പിച്ചു കൊടുക്കും. ഇനി PKMM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. ഹയർ സെക്കൻഡറി സ്കൂളിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 91.5 ഔട്ട് ഓഫ് 100.